ഞാൻ ഷബ്ന, മലപ്പുറത്ത് നിന്ന് വരുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് മിക്സഡ് സീ ഫുഡ് ബിരിയാണിയാണ്. അതിനു വേണ്ടി എടുത്ത ഫിഷ് ഞണ്ടും കൂന്തളും ചെമ്മീനുമാണ്. ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനു വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂന്തലെടുത്തിട്ട് ഒന്ന് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. കഴുകിയെടുത്ത 3 കപ്പ് അരി നമുക്ക് വാർക്കാനായി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതൊരു 4 വിസിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏകദേശം കുക്കായിട്ടുണ്ടാവും. നമുക്കിത് മാറ്റി മറ്റൊരു പാൻ അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ്. ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിന് ഇതും കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചതച്ചെടുത്ത ചുവന്നുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഏകദേശം മൂത്ത് വരുമ്പോൾ 2 സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതിപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളക് ചതച്ചത് എരിവിന് ആവശ്യത്തിന് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പം മസാല ഏകദേശം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ബാക്കി ചേരുവകളായിട്ടുള്ള മുളക് പൊടി ഒരു 1/2 to 3/4 ടീസ്പൂൺ വരെ, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം ഇപ്പം മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ തക്കാളി മുറിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴന്നെടുത്ത ഈ മസാലയിലേക്ക് ബാക്കി ചേരുവകളായ തൈര് ഒരു 1/4 കപ്പ്, തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ്, കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില, 1 ടീസ്പൂൺ ഗീ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി സൈഡിലേക്ക് മാറ്റി വെക്കാം. മലപ്പുറം എന്താ ചെയ്യണ ഇപ്പോൾ? ഹോം ഷെഫാണ്. അതെ, ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണോ? അപ്പോൾ ബിരിയാണി ചെയ്യാറുണ്ട്. ഡെസേർട്ട്, സ്നാക്സ്. ഇഷ്ടപ്പെട്ട ഐറ്റം ഏറ്റവും ചെയ്യാൻ ഇഷ്ടം ഡെസേർട്ടാണ്. അതിൽ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മളേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ കൊടുത്തിട്ട് പുതിയതായിട്ട് ചെയ്ത് അതാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ ഫേവറേറ്റ് എനിക്ക് ഞാൻ സെയിൽ ചെയ്യുന്നതിൽ ഏറ്റവും ലോട്ടസ് ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളൊരു പുഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ സോൾട്ടഡ് കാരമൽ ബനാന പുഡിംഗ്. എൻ്റെ ഏറ്റവും മൂവിങ് ഉള്ളത് ഐറ്റംസ്. യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ട്. അതിലത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷെ അതാണ് ഒരു തുടക്കം എന്ന് പറയാം. അതിനകത്ത് ഇതൊക്കെ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. അതിൽ ഞാൻ നല്ലോണം റെസിപ്പി കിട്ടിയിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഈ കോമ്പറ്റീഷൻ രംഗത്തേക്ക് വന്നത്. അതെ. അല്ല, അതിലേക്കപ്പുറം പിന്നെ സെയിലിലേക്ക് ഇറങ്ങി. അപ്പൊ പിന്നെ അതവിടെ അങ്ങ് സ്റ്റോപ്പായി. തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ അതിലങ്ങ് കയറിയിട്ടില്ലെങ്കിലും എന്റെ റെസിപ്പി ഞാൻ തന്നെ നോക്കി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. അതെ. അതിലുള്ള റെസിപ്പികളൊക്കെ ചെയ്തിട്ട് തന്നെ ഒരുപാട് വിൻ ചെയ്തതും കാര്യങ്ങളും. ഇപ്പോ സീ ഫുഡ് മിക്സ് ബിരിയാണി, പ്രോൺസും സ്ക്വിഡും ക്രാബും. ഓക്കെ, നൈസ് അല്ലേ? കോൺഫിഡന്റ് ആണല്ലോ. ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ദം സ്റ്റാർ എന്നുള്ള പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ 9 പേരുണ്ട്. ഞങ്ങൾ ഇവിടെ 4 പേര് എത്തിയിട്ടുണ്ട്. അല്ല, 5 പേരുണ്ട്. ദം സ്റ്റാറിലെ അതിൽ ഞങ്ങൾ 5 പേരുണ്ട്. അതിൽ 4 പേരാണ് ഞങ്ങളിപ്പം ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ചധികം ഓയിൽ ഒഴിച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം.
കുറച്ച് ഗീയും ചേർക്കാം. ഫ്രൈ ചെയ്തെടുത്ത സവാള നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് കാഷ്യൂവും കിസ്മിസും ഇട്ട് അതും ഫ്രൈ ചെയ്ത് വെക്കാം. നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഒരു 1/2 കപ്പ് ഓയിലെടുത്ത് പാനിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സവാളയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഇതിലേക്ക് 1 ടീസ്പൂണ് ഷാജീരകം, 1 സ്റ്റാർ അനീസ്, അതേപോലെ ഏലക്ക, പട്ട, ഗ്രാമ്പു 5 വീതം. നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന 3 കപ്പ് റൈസാണ് ഇതിലേക്ക് ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അളവ്, ഞാൻ 3 കപ്പ് അരിക്ക് 5.5 കപ്പ് വെള്ളമാണ് എടുത്തത്. തിളച്ച വെള്ളം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 കഷ്ണം ബേ ലീഫും 2 കഷ്ണം രമ്പയില, 1 ടീസ്പൂണ് ഗീ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാം. മസാല നമ്മൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ദമ്മ് ചെയ്യാനുള്ള പാൻ അടുപ്പിൽ വെക്കാം. 1 ലെയർ ചോറ് താഴെ ഇടാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കിയ മസാല ചേർത്ത് വെക്കാം. ഇവിടെയും ദമ്മിങ് സ്റ്റേജാണ്. ഇനി നെക്സ്റ്റ് ദമ്മിങ്ങിൻ്റെ സ്റ്റേജാണ് വരുന്നത്. ദം ഇട്ടുകൊണ്ടിരിക്കുന്നു. അതെ അതെ. ഇത് രണ്ടും നമ്മൾ ഇത് പക്ഷേ പ്രോൺസ് ആണ്, എല്ലാം ഉണ്ട്. സീ ഫുഡ് മിക്സ് ആണ്. അവിടെ നമ്മൾ പ്രോൺസ്, അവിടെ പ്രോൺസ്, എല്ലാം പ്രോൺസ് ആണ് കൂടുതൽ ബേസ് ആക്കി. കണ്ടിട്ട് നല്ല രസമുണ്ട് അല്ലേ? ഗീയൊക്കെ ചേർത്തോ? ഓ, ഇനി ലാസ്റ്റ് ഒന്ന് ഒരു 1/2 kg ഒന്നുകൂടി നടക്കട്ടെ. നമുക്ക് ഓരോ ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. ഗരം മസാല തൂവി കൊടുത്ത് സെയിം പ്രോസസ്സ് തന്നെ. ഓയിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 1 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ദമ്മ് പൊട്ടിച്ച് നമുക്ക് വിളമ്പിയെടുക്കാവുന്നതാണ്. ദം പൊട്ടിച്ച് നമ്മളിപ്പോൾ പ്ലേറ്റ് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജഡ്ജസിൻ്റെ അടുത്ത് കൊണ്ടുപോകാം.